ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് 5ാം ക്ലാസ്സിലെ തജ്വീദ് 13ാം പാഠം ചില പ്രത്യേക പദങ്ങൾ എന്നതിലെ 7 കാര്യങ്ങൾ നാം വിശദീകരിച്ചു. ഇന്ന് 8ാമത്തെ കാര്യം, അത് മുതൽ ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് പുസ്തകത്തിൽ നോക്കിയിരിക്കുക. ഫോണിലേക്ക് നോക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പുസ്തകം മറിക്കുക. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. 8ാമത്തെ കാര്യം, അൽ ഫുർഖാൻ സൂറത്തിൽ 69ാം ആയത്തിൽ വയഖ്ലുദ് ഫീഹി മുഹാന എന്നതിൽ ഹ ഇന്ന് അസ്ലിയായ മദ് കൊടുത്ത് ഫീഹി മുഹാന എന്ന് പറയണം. എന്നിട്ട് ബ്രാക്കറ്റിൽ ഹ ഇൻ്റെ മുമ്പ് സുക്കൂനായാൽ നീട്ടാതെ ഓതണമെന്നാണ് നിയമം. ഇവിടെ മാത്രം നീട്ടി ഓതണം. ഇനി നമുക്ക് വിശദീകരിക്കാം. ഖുർആനിൽ കാണുക വയഖ്ലുദ് ഫീഹി മുഹാന എന്നാണ്. അവിടെ വയഖ്ലുദ് ഫീഹി മുഹാന, ഫീഹി എന്ന് അല്പം നീട്ടി ഓതണം എന്നാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വയഖ്ലുദ് ഫീഹി മുഹാന അങ്ങനെ ഓതുക. ഇനി നിയമം പറയുന്നത്, ഹ ഇന്ന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ അവിടെ നീട്ടരുത് എന്നാണ് നിയമം. പക്ഷേ ഇവിടെ മാത്രം നീട്ടണം. നമുക്ക് നോക്കാം. ഹ എന്നുള്ളതിന് ആ അക്ഷരത്തിൻ്റെ നേരെ മുമ്പ് യാ ആണ്. യാ ഇന് സുക്കൂനാണ്. അവിടെ ഒന്നും കെടുക്കണില്ല അറിഞ്ഞാൽ കണ്ടാൽ അത് സുക്കൂനാ. അതങ്ങനെ എഴുതുക. ഫീഹി എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക. അവിടെ സുക്കൂന എഴുതൂല. അത് കാരണം ആ യാ നീട്ടാനുള്ള യാ ആണ്. അത് കാരണം സുക്കൂനാണ്. സുക്കൂൻ എഴുതുകയില്ല. അപ്പോൾ സുക്കൂനില്ലല്ലോ എന്ന് പറയണ്ട, അവിടെ സുക്കൂന് തന്നെയാണ്. അപ്പോൾ ഫീഹി എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഫീഹി മുഹാന എന്ന് നീട്ടി ഓതണം. ഇനി അടുത്ത കാര്യം നോക്കാം. 9ാമത്തത് ആദ്യം ഒന്ന് വായിക്കാം. ആ റൂം സൂറത്തിൽ 54ാം ആയത്തിൽ ലഉഫ് എന്ന് കാണാം. ഖുർആനിൽ നോക്കട്ടെ കേട്ടോ, നല്ല മനസ്സിലാവുള്ളൂ. ലഉഫ് എന്ന് കാണാം 3 സ്ഥലത്ത്. ആ റൂം സൂറത്തിൽ 54ാം ആയത്തിൽ ലഉഫ് 3 തവണ ഒരേ ആയത്തിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലും ലാദിന് ലമ്മ് കൊടുക്കലാണ് നല്ലത്. ഫത്ഹും പറ്റും. ഇനി ഖുർആനിൽ നോക്കി ഞാൻ പറഞ്ഞു തരാം. ക്ഷമിച്ചിരിക്കുക, ഖുർആൻ ഒന്ന് നോക്കട്ടെ. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ അങ്ങനെ 1. ثم جعل من بعد ضعف قوة അവിടെ ഒരു ലഅഫ്. പിന്നെ അത് നോക്കട്ടെ. ثم جعل من بعد قوة ضعفا അവിടെയും ഒരു ലഅഫ് കാണുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം ലഅഫ് എന്നും പറയാം, ളുഅഫ് എന്നും പറയാം. ളുഅഫ് എന്ന് പറയലാണ് നല്ലത്. ളുഅഫ് നല്ലട്ടാ. അതിന് ശേഷമുള്ള നോക്കണം, ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ലാദിന് ലമ്മ് ചെയ്ത് ളുഅഫ് എന്ന് പറയലാണ് നല്ലത്. ഞാൻ നോക്കിയ ഖുർആനിൽ ലാ ആണ് കാണുന്നത്, ലഅഫ് എന്നാണ് കാണുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തത് 10ാമത്തെ കാര്യം, ഫുസ്സിലത്ത് സൂറത്തിൽ 44ാം ആയത്തിൽ അഅ്ജമിയുൻ എന്നതിൽ 1ാമത്തെ ഹംസയെ ശക്തിയിലും 2ാമത്തെ ഹംസയെ ലഘുവാക്കിയും ഉച്ചരിക്കണം. പറഞ്ഞുതരാ എന്താ സംഗതി എന്ന്. അഅ്ജമിയുൻ എന്നുള്ളതിൽ ആദ്യത്തെ ആ ഇത്ര കനം കൂട്ടാൻ പാടില്ല, ഞങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറയണേ. രണ്ടാമത്തിൽ അഅ്ജമിയുൻ ആദ്യത്തെ ഒന്ന് കനം കൂട്ടിയും 2ാമത്തെ കനം കുറച്ചും ഉച്ചരിക്കണം. അഅ്ജമിയുൻ. ഇത് മറ്റുള്ള നെറ്റുകളിൽ നല്ല കാരികളുടെ ഓത്തുണ്ടാകും.
അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാൻ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യം ആദ്യത്തെ ഹംസയെ ആ, രണ്ടാമത്തേന് ആ എന്ന കനം കുറക്കുക. ജമീയുൻ അങ്ങനെ ഓതുക. ഇനി 11-ാം കാര്യം, അഹ്സാബ് സൂറത്തിൽ 10-ാം ആയത്തിൽ അൽളുനൂന എന്നതിലും 66-ാം ആയത്തിൽ അർ റസൂല എന്നതിലും 67-ാം ആയത്തിൽ അസ്സബീല എന്നതിലും വഖഫ് ചെയ്യുമ്പോൾ ഒരു അൽഫ് നീട്ടി അൽളുനൂന അർ റസൂല അസ്സബീല എന്ന് ഓതുകയാണ് വേണ്ടത്. ഖുർആൻ നോക്കട്ടെ. വതളുന്നൂന ബില്ലാഹി ളുനൂന അങ്ങനെ. അപ്പോൾ അള്ളുനൂന, അടുത്തതിൽ അർ റസൂല, അടുത്ത ആയത്തിൽ അസ്സബീല. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇനി ഓതാൻ പാടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. അള്ളുനൂന അർ റസൂല അസ്സബീല എന്ന് പറഞ്ഞ് അങ്ങനെ വഖഫ് ചെയ്യാൻ പാടില്ല. വേറെ രൂപം അള്ളുനൂൻ അർ റസൂൽ അസ്സബീൽ, ഇങ്ങനെയും വഖഫ് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പറ്റുന്ന രൂപം അള്ളുനൂന അർ റസൂല അസ്സബീല, അങ്ങനെ വഖഫ് ചെയ്യുക. ഇനി ചേർത്ത് ഓതുമ്പോൾ അള്ളുനൂന അർ റസൂല അസ്സബീല, നീട്ടാൻ പാടില്ല. ഫത്തഹിൻ്റെ മേൽ അള്ളുനൂന അർ റസൂല അസ്സബീല എന്ന് പറഞ്ഞ് വാക്യം ഓതുക. ഇനി വായിക്കാം, നിങ്ങൾക്ക് തന്നെ വായിക്കാം. അടുത്ത കാര്യം നോക്കാം നമുക്ക്. ഇൻസാൻ സൂറത്തിൽ 4-ാം ആയത്തിൽ സലാസില എന്നതിൽ വഖഫിൽ സലാസിൽ എന്നും സലാസില എന്നും പറയാം. ചേർത്തി ഓതുമ്പോൾ സലാസില എന്നേ പറയാവൂ. ഇനി വിശദീകരിക്കാം. ഖുർആൻ നോക്കട്ടെ ട്ടോ. ഇപ്പോൾ ഇവിടെ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസിൽ, അങ്ങനെ വഖഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില, അങ്ങനെ വഖഫ് ചെയ്യാം. ഇനി ചേർത്തി ഓതുമ്പോഴോ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅലാല, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅലാല. ഇതേ പ്രകാരം ല സലാസില എന്ന് പറഞ്ഞിട്ട് വഅലാല വഅലാല എന്ന് ഓതുക. മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ സുമർ സൂറത്തിൽ വഇൻ തശ്കുറു യർളഹു ലക്കും എന്ന് കാണാം. അവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 13-ാം കാര്യം, സുമർ സൂറത്തിൽ 7-ാം ആയത്തിൽ അർളഹു ലക്കും എന്ന് ഹായിനെ നീട്ടാതെ പറയണം. മനസ്സിലായില്ലേ? യർളഹു ലക്കും എന്ന് നീട്ടാതെ പറയണം. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് നീട്ടിയാണ് ഓതേണ്ടത്. അതിൻ്റെ നിയമം പറഞ്ഞു തരാം. ഹാഇൻ്റെ നേരെ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്ത്, ഹാഇൻ്റെ തൊട്ട ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്താണെങ്കിൽ ആ ഹാഇനെ ഒരു അസ്വലിയായ നീട്ടണമെന്നാണ് നിയമം. അഥവാ യർളഹു ലഹു, ഇതുപോലെ ലഹു യർളഹു ഇതുപോലെ നീട്ടണം എന്നാണ് നിയമം. പക്ഷേ ആ നിയമം ഇവിടെ ബാധകമല്ല. ഇവിടെ മാത്രം നീട്ടാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ടാകും. അതാ ഹാഇൻ്റെ മുമ്പിലും പിന്നിലും ഹർക്കത്തായത് കൊണ്ട് നീട്ടണമെന്നാണ് നിയമമെങ്കിലും ഇവിടെ നീട്ടരുത്. മനസ്സിലായി കാണും. അപ്പോൾ ഖുർആൻ നോക്കട്ടെ. വഇൻ തശ്കുറു യർളഹു ലക്കും, വഇൻ തശ്കുറു യർളഹു ലക്കും അങ്ങനെയാണ് ഓതേണ്ടത്, അല്ലാതെ നീട്ടി ഓതരുത്. സാധാരണ ഈ
ഹാഇൻ്റെ നേരെ മുമ്പുള്ള അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്താണെങ്കിൽ നീട്ടണമെന്നാണ് നിയമം. ഇവിടെ മാത്രം യർലഹുലക്കും എന്ന് നീട്ടാതെ ഓതണം. ഈ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹ്, കസ്ർ, ലമ്മ്, ഈ മൂന്നെണ്ണത്തിനാണ് ഹർക്കത്ത് എന്ന് പറയുക. ഇവിടെ രണ്ട് സ്ഥലത്തും ഹർക്കത്ത് ഫത്ഹാണ്. ചിലയിടത്ത് കസ്ർ ഉണ്ടാകും, ചിലയിടത്ത് ലമ്മ് ഉണ്ടാവും. ഇവിടെ ഫത്ഹാണ്. സുക്കൂന് ഹർക്കത്തിൽ പെടുത്തൂല. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹ്, കസ്ർ, ലമ്മ് ഇവയാണ്. അപ്പോൾ പറഞ്ഞത് ഈ ആയത്തിൽ മാത്രം നീട്ടാതെ ഓതണം. ഇനി 14-ാമത്തെ കാര്യം, അത് കുറച്ച് പ്രയാസപ്പെട്ടതാണ്. അത് കുറച്ച് ദീർഘമായി വരും. അപ്പോൾ വീഡിയോ കൂടും, ആ പ്രയാസമാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നാളെ നമുക്ക് 14, 15, 16, 17 ഇത് പഠിപ്പിച്ചു കൊടുക്കാം ഇൻഷാ അല്ലാഹ്.